बेला शुद्ध पवन है, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा। तुम भी लाडलो जागो, मेरे लाडलो जागो। जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है। ब्रह्म मुहूर्त है, जागो, मेरे लाडलो जागो। जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन। प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। मेरे लाडलो जागो।
मेरे लाडलो जागो, मेरे लाडलो जागो।
सुन सके मैं वो बात हूँ, सब सुन सके मैं वो बात हूँ। अव्यक्त हूँ मैं साथ हूँ, अव्यक्त हूँ मैं साथ हूँ। सब सुन सके मैं वो बात हूँ, सब सुन सके मैं वो बात हूँ। सबको दुआ तू दे तभी सबकी दुआएं पाएगा। सबको दुआ तू दे तभी सबकी दुआएं पाएगा। तू सद्गुणों की सुगंध से कांटों को फूल बनाएगा। तू सद्गुणों की सुगंध से कांटों को फूल बनाएगा। सुन मेरे मीठे बच्चे सुन, सुन मेरे मीठे बच्चे सुन। तू किरण है मैं प्रभात हूँ, तू किरण है मैं प्रभात हूँ। सब सुन सके मैं वो बात हूँ, सब सुन सके मैं वो बात हूँ। बदला कभी लेना नहीं, खुद को बदल कर दिखलाना। बदला कभी लेना नहीं, खुद को बदल कर दिखलाना। तेरा बुरा कोई करे उसको गले से लगाना। तेरा बुरा कोई करे उसको गले से लगाना। तू भावना है मिलन की, तू भावना है मिलन की। मैं प्रेम की बरसात हूँ, मैं प्रेम की बरसात हूँ। सब सुन सके मैं वो बात हूँ, सब सुन सके मैं वो बात हूँ। अव्यक्त हूँ मैं साथ हूँ, अव्यक्त हूँ मैं साथ हूँ। सब सुन सके मैं वो बात हूँ, सब सुन सके मैं वो बात हूँ। ओम शांति, ओम शांति, ओम शांति, ओम शांति। ओम शांति।
मीठा बाबा, प्यारे बाबा, मेरे बाबा, ഈ സുന്ദര സുപ്രഭാതം ബാബ നൽകിയ സുമാനങ്ങളുടെ സ്മൃതിയിൽ മഗ്നമാകാനുള്ള സംഗമത്തിലെ സുവർണ്ണ നിമിഷങ്ങളാണല്ലോ. ബാബയുടെ വരമാണല്ലോ സുമാനങ്ങളുടെ സ്മൃതിയിലൂടെ മായാജീത്തായി മാസ്റ്റർ ഗോഡാകാം. മാസ്റ്റർ ഗോഡ്, കുട്ടി ദൈവം. ബാബ ദൈവമാണ്, ഞാൻ ബാബയുടെ കുട്ടി ദൈവം. പ്യാരെ ബാബ, ഇതിലും വലിയ സുമാനം, ഓമന പേര് എനിക്കെന്താണ് കിട്ടാനുള്ളത്? വിളിക്കുന്നതോ സ്വയം ദൈവം തമ്പുരാൻ, എൻ്റെ ബാബ. മധുരമായ കുട്ടിയെന്ന് വിളിച്ചുകൊണ്ട് ആരംഭിക്കുന്ന സുമാനങ്ങളുടെ മാലയല്ലേ ബാബ എനിക്ക് കഴുത്തിൽ ചാർത്തി തരുന്നത്? ബാബ, മധുരമായ കുട്ടിയെന്ന് വിളിച്ച് 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 ബാബ എന്നിലെ കയ്പെല്ലാം മാറ്റിത്തരികയല്ലേ. ബാബയെപ്പോലെ മാസ്റ്റർ ഗോഡാക്കി കുട്ടി ദൈവമാക്കി മാറ്റുന്ന ബാബയുടെ വണ്ടർഫുൾ ലീല ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ബാബയുടെ ഈ അപരമപരമായ ലീല കണ്ട് അനുഭവിച്ച് ആനന്ദിക്കുകയാണ് ഞാൻ ബാബ. മാസ്റ്റർ ഗോഡ്, ബാബ തന്നിരിക്കുന്ന ലക്ഷ്യത്തിൻ്റെ ചിത്രം വിഷ്ണു ചതുർഭുജം, ശ്രീലക്ഷ്മി ശ്രീനാരായണനെ പോലെ. ഇതല്ലേ ബാബ എനിക്ക് തന്നിരിക്കുന്ന മാസ്റ്റർ ഗോഡിൻ്റെ, ദൈവത്തിൻ്റെ കുട്ടിയുടെ സമ്പൂർണ്ണതയുടെ ലക്ഷ്യം ചിത്രം. ചതുർഭുജധാരി, വിഷ്ണു സമാനമാക്കി
ബാബ എന്നെ മാറ്റുകയാണ്, അലങ്കാരിയാക്കി. ചതുർവിധ അലങ്കാരം. ബാബയുടെ അരികിൽ ബാബയുടെ അതിസമീപത്താണ് ഞാൻ. ശ്രീകോവിലിനുള്ളിൽ വാതിലടച്ചിട്ട് പൂജാരി മൂർത്തി അലങ്കരിക്കും പോലെ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ പരംധാമമാകുന്ന ഈശ്വര സന്നിധാനത്തിൽ ബ്രഹ്മാണ്ടത്തിൻ്റെ നെറുകയിൽ ശ്രീകോവിലിനുള്ളിലിരിക്കുന്ന പരമമായ മൂർത്തി ശിവബാബ എന്നെ സ്വയം ഭഗവാൻ എന്നെ അലങ്കരിക്കുകയാണ്. ചതുർവിധ അലങ്കാരം. ശംഖ്, ചക്രം, ഗദ, പത്മം. നാലലങ്കാരങ്ങളോടുകൂടിയ വൈഷ്ണവനാക്കുകയാണ് ബാബ എന്നെ. ബ്രഹ്മമുഹൂർത്തമാകുന്ന ഈ വിശേഷവേളയിലാണ് ഈ അലങ്കാരം. ബാബ, ജന്മജന്മാന്തരം ഞാൻ ബാബയെ ഫോട്ടോയിലൂടെയും മൂർത്തിരൂപത്തിലൂടെയും അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വയം എൻ്റെ ബാബ എന്നെ അലങ്കരിക്കുന്ന ദിവ്യമുഹൂർത്തമാണിത്. ബാബ, മീഠ ബാബ, എൻ്റെ ഭാഗ്യമെന്നോ സൗഭാഗ്യമെന്നോ പദമാപദം ഭാഗ്യമെന്നോ എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ജ്ഞാനം, യോഗം, ധാരണ, സേവനം, ഈ 4 ചതുർവിധ പുരുഷാർത്ഥങ്ങളിലൂടെ ബാബ എന്നെ അലങ്കരിക്കുകയാണ്. ജ്ഞാനം, സ്വദർശന ചക്രമെന്ന അലങ്കാരത്തിലൂടെ ബാബ എന്നെ ജ്ഞാനിയാക്കി. എത്ര സുന്ദരമായ അലങ്കാരം! കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രം, തനിയാവർത്തനം സംഭവിക്കുന്ന നാടകശാലയിൽ ഓരോ 5000 വർഷത്തിന് ശേഷവും അനാദിയായി അവിനാശിയായി ആവർത്തിക്കപ്പെടുന്ന നാടകത്തിലെ എൻ്റെ അവിനാശിയായ ഭാഗത്തെക്കുറിച്ച് 84 ജന്മങ്ങളുടെയും അറിവ് തന്നു ബാബ. ചക്രം കറക്കാൻ ആരംഭിക്കാം.
അലങ്കാരം, സുദർശന ചക്രത്തിൻ്റെ അലങ്കാരം. ഈ അലങ്കാരം കൊണ്ട് അലങ്കരിക്കപ്പെടാം. അനാദി സ്വരൂപത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ബാബയോടൊപ്പമാണ്. ചക്രം കറങ്ങുന്നതിന് മുമ്പ് ബാബയോടൊപ്പം ഞാൻ വീട്ടിലാണ്. അച്ഛനെ പോലെയുള്ള കുട്ടിയായി, മാസ്റ്റർ ഭഗവാനായി. ഒരു മിനിറ്റ് സമയം തൻ്റെ അനാദി സ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ അനാദി അവിനാശി പിതാവായ ബാബയുടെ ദിവ്യാനുഭൂതിയിലിരിക്കൂ. ഞാനും ബാബയും വീട്ടിൽ നിന്ന് ഭഗവാനെ പോലെയുള്ള കുട്ടി മാസ്റ്റർ ഗോഡായി, കുട്ടി ദൈവമായി. നാടകശാലയിലേക്ക് ഇറങ്ങി വന്ന ഞാൻ ആദ്യകാലം വിഷ്ണു ചതുർഭുജ രൂപത്തിൽ സൂര്യവംശകുലത്തിലും ചന്ദ്രവംശകുലത്തിലും 20 ജന്മം മാസ്റ്റർ ഗോഡ് തന്നെ, ദൈവത്തിൻ്റെ കുട്ടി, ദേവനായി ദേവിയായി 20 ജന്മങ്ങൾ. ആദ്യകാല ജീവിതം മാസ്റ്റർ ഗോഡ് തന്നെയായിരുന്നല്ലോ ബാബ, കുട്ടി ദൈവം തന്നെ. അതുകൊണ്ടല്ലേ ഭഗവാൻ ഭഗവതി എന്നല്ലേ അറിയപ്പെട്ടിരുന്നത്. ഇന്നും വിളിക്കുന്നത് ദേവീ ദേവതകളെ ഭഗവാൻ ഭഗവതി എന്ന്. ഒരു മിനിറ്റ് സമയം സത്യത്രൈതായികത്തിലെ ഭഗവാൻ ഭഗവതി കുട്ടി ദൈവമായി, ദേവീ ദേവകുലത്തിലെ വിഷ്ണുകുലത്തിലെ വൈകുണ്ഠത്തിലെ സുന്ദരമായ ദൈവീക സംസ്കാരത്തിൻ്റെ സ്മൃതി ഉണർത്തി ആത്മീയ ആനന്ദം അനുഭവിക്കൂ. സ്വർണിമ ലോകത്തിൻ്റെ ദിവ്യദർശനം നടത്തും.
ദ്വാപരം മുതൽ കലിയുഗം വരെ ഭഗവാനെ തേടി ഭക്തി ചെയ്തു. അപ്പോഴും ദേവീദേവ രൂപത്തിൽ ക്ഷേത്രങ്ങളിൽ എൻ്റെ പൂജ, എൻ്റെ ചിത്രങ്ങളിലൂടെ തന്നെ ബാബയെ എത്രയോ ഭക്തർ തേടുകയാണ്, സായുജ്യമടയുകയാണ്. ദൈവത്തിൻ്റെ അനുഭവം അനേക ആത്മാക്കൾക്ക് ലഭിച്ചതും ദേവദേവി വിഗ്രഹങ്ങളിലൂടെയല്ലേ? അപ്പോഴും മാസ്റ്റർ ഗോഡല്ലേ? ദൈവത്തിൻ്റെ കുട്ടിയിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ബാബ സാക്ഷാത്കാരങ്ങൾ കൊടുക്കുന്നത് പോലും മക്കളിലൂടെ. ഭക്തി കാലഘട്ടം ഭക്തി കാലഘട്ടവും എത്ര ശ്രേഷ്ഠം. ഫോട്ടോയിലൂടെ, വിഗ്രഹങ്ങളിലൂടെ ഭഗവാന്റെ കൃപാകടാക്ഷം, ബാബയുടെ ദിവ്യ സാന്നിധ്യവും സായുജ്യവും നേടുന്നു. അപ്പോഴും മാസ്റ്റർ ഗോഡ് ബാബ എൻ്റെ ഭക്തിയുടെ ഫലമായി പൂർവനിശ്ചിതമായ ഡ്രാമയിൽ എൻ്റെ ഭാഗ്യവും പാർട്ടും പോലെ ഞാൻ ബാബയുടെ അരികിലെത്തി. അല്ലെങ്കിൽ ബാബ എന്നെ തേടിയെത്തി. അതുതന്നെയാണ് കൂടുതൽ ശരി. സംഗംയുഗി ബ്രാഹ്മണൻ ജീവിതം. ബാബ ഈ ബ്രഹ്മകുമാർ കുമാരി ജീവിതത്തിലും എൻ്റെ സൗഭാഗ്യമാണ്. സൺ ഷോസ് ഫാദർ. ബാബയ്ക്ക് സമാനമായി അച്ഛനെ കാണിച്ചു കൊടുക്കണം. എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ബാബയെ കാണിച്ചു കൊടുക്കണം. അപ്പോഴും മാസ്റ്റർ ഗോഡ്, ഇതല്ലേ ബാബയുടെ വരം. ബാബ ബാബയെ ഓർമ്മിച്ച് ഓരോ നിമിഷവും സഫലമാക്കാൻ കിട്ടിയിരിക്കുന്ന വജ്രതുല്യ ജീവിതം. ഈ ബ്രാഹ്മണ ജീവിതത്തിൽ ബാബയെ പോലെ മാലാഖയായി മാറാൻ ബാബ എന്നെ സ്വദർശന ചക്രധാരിയാക്കി മാറ്റി. സ്വദർശന ചക്രം തിരിച്ച് ചക്രവർത്തിയാകാൻ സ്വരാജ്യാധികാരിയാകാൻ, വിശ്വരാജ്യാധികാരിയാകാൻ ജ്ഞാനബലം നൽകി. ഞാൻ
ജ്ഞാനരത്നങ്ങൾ കൊണ്ട് ബാബ എന്നെ അലങ്കരിച്ചിരിക്കുകയല്ലേ. എത്ര അലങ്കാരങ്ങളാണ്! ദിവസവും മുരളിയിലൂടെ ഓരോരോ വാക്കും ബാബയുടെ എനിക്കുള്ള അലങ്കാരങ്ങളാണ്. ജ്ഞാനം നൽകി ബാബ എന്നെ യോഗിയാക്കിയില്ലേ ബാബ. രണ്ടാമത്തെ അലങ്കാരം ഗത, യോഗശക്തി. ബാബ ബാബയുടെ പരിചയം എനിക്ക് നൽകി. ബുദ്ധിയോഗം ഇപ്പോൾ ബാബയിലാണ്. ഭഗവാനെ ഓർമ്മിക്കാൻ, ഭഗവാന്റെ അപരമപാര ശക്തികളിൽ ശക്തിയാർജിച്ച് ഞാനും മാസ്റ്റർ ഗോഡാകുകയാണ്. ബാബയെപ്പോലെയുള്ള കുട്ടി. എൻ്റെ ബാബ എന്നെ കുട്ടി ദൈവമാക്കുകയാണ്. സർവശക്തികളും നൽകി. മാസ്റ്റർ സർവശക്തിവാനാക്കി. മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയല്ലേ ബാബ ഗത. എല്ലാമായും ജയിക്കാനുള്ള ആയുധം സർവശക്തികൾ. സർവശക്തികളുടെയും കരുത്ത് ഫീൽ ചെയ്യുകയാണ് ബാബ. ബാബയിലുള്ള മുഴുവൻ ശക്തികളും ശ്രീകോവിലിനുള്ളിലിരുത്തി ബാബ എന്നിലേക്ക് അലങ്കാരം പോലെ ഭഗവത് ശക്തികളുടെ ചൈതന്യം എന്നിലേക്ക് പ്രസരിക്കുകയാണ്. ശക്തികളാൽ അലങ്കരിക്കപ്പെടുകയാണ്. സർവശക്തികളാകുന്ന ഗത നൽകി ബാബ എന്നെ മായജീത്, പ്രകൃതി ജീത് വിജയാക്കിയിരിക്കുകയാണ്. വിജയം ജന്മസിദ്ധാധികാരമാക്കി സദാ ജീവിത വിജയാകാൻ മായയിലും പ്രകൃതിയിലും സർവപരിതസ്ഥിതികളിലും ജയിക്കാനുള്ള സർവശക്തികളും വിലായി തന്നു കഴിഞ്ഞു. ഗത യോഗശക്തിയുടെ ആഭരണവും കിട്ടിക്കഴിഞ്ഞു. പത്മം മയജീത്താക്കിയാൽ ജീവിതം കമലപുഷ്പസമാനം പവിത്രമായി തീരുകയാണ്. പരമപവിത്രമായ ഈ ബ്രഹ്മമുഹൂർത്തവേളയിൽ ഭഗവാൻ ശ്രീകോവിലിനുള്ളിലിരുത്തി എനിക്ക്
പരിശുദ്ധിയുടെ ഫൗണ്ടന് താഴെ ഇരുത്തി എന്നെ നിർമ്മലമാക്കുകയാണ്. പവിത്രതയുടെ കടലിൽ മുങ്ങിക്കുളിച്ച് സർവ മാലിന്യങ്ങളും മനോമാലിന്യങ്ങളും 5 ദുർവികാരങ്ങളുടെ കീടങ്ങളും കീടാണുക്കളും അംശസഹിതം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പോലും ദുർവികാരങ്ങളുടെ കറ ക്ലാവ് ഇല്ലാണ്ടാക്കുന്ന നിർമാല്യ പൂജ നടക്കുകയാണ്. നിർമ്മലമാക്കുകയാണ് ഞാൻ. പവിത്രതയാകുന്ന പത്മത്താൽ മനസ്സും ബുദ്ധിയും സംസ്കാരവും ക്ലിയർ ആകുകയാണ്. ജന്മജന്മാന്തരങ്ങളിലെ അഴുക്കുകളും മാലിന്യങ്ങളും നീങ്ങുകയാണ്. അശുദ്ധിയുടെ സംസ്കാരങ്ങളെല്ലാം സമ്പൂർണമായും ക്ലാവിളകിപ്പോകുന്നത് പോലെ പരമപരിശുദ്ധമായ പരമേശ്വര കിരണങ്ങളിൽ ശുദ്ധീകരിക്കപ്പെടുകയാണ്. പരിശുദ്ധിയുടെ കടലായ ബാബയിൽ മുങ്ങിക്കുളിച്ച് ജന്മാന്തര പാപങ്ങളും അശുദ്ധിയും നീങ്ങുകയാണ്. ഹൃദയകമലം വിടരുകയാണ് പരിശുദ്ധിയാൽ. സന്തോഷം കൊണ്ട് ആനന്ദമനുഭവിക്കുകയാണ് ഞാൻ. അഴുക്ക് പോയതിൻ്റെ സുഖം, സന്തോഷം. പരിശുദ്ധിയുടെ കമലം വിടർന്നിരിക്കുകയാണ്. പവിത്രതയുടെ ധാരണ കുടുംബത്തിലിരുന്നുകൊണ്ട്, ഗൃഹസ്ഥത്തിലിരുന്നുകൊണ്ട് ലക്ഷക്കണക്കിന് കുടുംബസ്ഥരെ കമലപുഷ്പസമാനം പവിത്രമായി ജീവിക്കാൻ, ബ്രഹ്മചര്യ ശക്തിയോടെ ജീവിക്കാൻ ഭഗവാൻ കരുത്ത് നൽകുന്ന അത്യത്ഭുതമായ ലീല കണ്ട് ആശ്ചര്യസ്തബ്ധനാക്കുകയാണ് ഞാൻ. ബാബ ഈ അമൃതവേളയിൽ ബാബ നൽകുന്ന ഈ പവിത്രതയുടെ കരുത്തിനല്ലാതെ ലോകത്താർക്ക് ഇപ്രകാരം ലക്ഷക്കണക്കിന് ഗൃഹസ്ഥികളെ ബ്രഹ്മചാരികളാക്കാൻ കഴിയും? മനസാ വാച കർമ്മണ
ബ്രഹ്മചാരികളും ബ്രഹ്മാചാരികളുമാക്കുന്ന ബാപ്ദാദ, ശിവബാബയുടെയും ബ്രഹ്മബാബയുടെയും ബാപ്ദാദയുടെ വണ്ടർഫുൾ ലീല തന്നെയാണിത്. ഭാഗവത ലീല. ലക്ഷക്കണക്കിന് യുവതീ യുവാക്കളെ ഘോരമായ ഈ കലിയുഗത്തിൽ വികാരത്തിൻ്റെ അഗ്നി കത്തുന്ന ഈ ലോകത്തിൽ വിശ്വമെമ്പാടും സർവധർമ്മങ്ങളിലും പെട്ട ആത്മാക്കളെ, ഇത്രയും ചെറുപ്പക്കാരെ, കൗമാരപ്രായക്കാരെ ബ്രഹ്മചര്യത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കാൻ സർവശക്തിവാനായ പവിത്രതയുടെ സാഗരനായ വിദേഹിയായ ബാബയ്ക്കല്ലാതെ, സദാശിവനായ എൻ്റെ ബാബയ്ക്കല്ലാതെ ലോകത്തിൽ വേറെ ആർക്ക് കഴിയും ബാബ? ബാബ, എൻ്റെ ജീവിതം കണ്ടു തന്നെ എനിക്ക് അത്ഭുതമാണ്. എന്തിൽ നിന്ന് എൻ്റെ ബാബ എന്നെ എന്താക്കി മാറ്റി? ശരിക്കും ചെളിക്കുണ്ടിൽ നിന്ന് കമലസമാന ജീവിതം, പവിത്രമായ ജീവിതം, കമലപുഷ്പസമാനം കലിയുഗി ചെളിക്കുണ്ടിൽ, കലിയുഗി ജീവിത സമ്പ്രദായങ്ങളുടെ വെള്ളത്തിൽ മുങ്ങാതെ ബാബയാകുന്ന സൂര്യനെ നോക്കി വിടർന്ന് ജീവിക്കാൻ ബാബ എന്നെ പ്രാപ്തനാക്കിയില്ലേ? കമലപുഷ്പസമാനമാക്കി. വൈഷ്ണവനാക്കി, മാസ്റ്റർ ഗോഡാക്കി, ജ്ഞാനം യോഗം ധാരണയിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട ജന്മങ്ങളെ കൊണ്ട്, ബ്രാഹ്മണരെ കൊണ്ട്. നാലാമത്തെ അലങ്കാരം ശംഖ്. ശംഖധ്വനി മുഴക്കിക്കുകയല്ലേ ബാബ? സേവനം. മുഴുവൻ വിശ്വത്തിൽ ശംഖുലി മുഴക്കുന്ന, ശംഖനാദമോതുന്ന ഈശ്വരീയ സേവനം, വിശ്വസേവനം. വിശ്വമംഗളകാരിയായ ബാബയുടെ സന്ദേശം മുഴുവൻ ലോകത്തിന് നൽകുന്ന, സേവനം ചെയ്യാനുള്ള മനസാ വാചാ കർമ്മണ സേവനത്തിൻ്റെ ശംഖധ്വനി മുഴക്കാനുള്ള സൗഭാഗ്യവും ബാബ എനിക്ക് തന്നുവല്ലോ. ചെയ്യുന്നത് ബാബയാണ്, ചെയ്യിപ്പിക്കുന്നതും ബാബയാണ്. പക്ഷേ പേര് സേവാധാരികളുടെ. മക്കളെ ലോകത്തിന് മുന്നിൽ വെച്ച് സ്വയം മറഞ്ഞിരിക്കുന്ന പരമപ്രകാശമല്ലേ എൻ്റെ ബാബ? ചെയ്യുന്നതെല്ലാം ബാബ, പേരെല്ലാം മക്കൾക്ക്. ബാബ ഈ നാലലങ്കാരങ്ങളിലൂടെ
ബാബ എന്നെ ചതുർഭുജമാക്കി, അലങ്കാരിയാക്കി, വിഷ്ണു സമാനമാക്കി, ബാബയ്ക്ക് സമാനമാക്കി, മാസ്റ്റർ ഗോഡാക്കി മാറ്റുകയല്ലേ. ബാബയുടെ കുട്ടി ദൈവമാക്കി ബാബ എന്നെ മാറ്റുകയാണ്. ഈ ആനന്ദത്തിലിരിക്കാം. ഞാൻ ബാബയുടെ കുട്ടി ദൈവമാണ്. ഓം ശാന്തി. परमानंद स्वरूपा शिव बोल।